ഇവിടെ ആരാടാ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ടിരിക്കുന്നേ? ബില്ലിയാനായിട്ട് ഞാൻ തന്നെ കുണം വന്നിട്ട് ചുരുട്ടി കൂട്ടിയതാട്ടോ. യാത്ര ചെയ്ത് ഒരു റോഡില്ലാത്തൊരു സ്ഥലത്ത് എത്തി കേട്ടോ. ജീപ്പുകാര് അങ്ങോട്ട് കയറ്റി വിടത്തില്ല നമ്മളെ. എത്ര വണ്ടിയായിട്ട് തോന്നുന്നു അടിച്ചു പൊളിച്ചു പോകുന്നു. അല്ല പോയി നോക്കാം എന്തോ നമുക്ക് അറിയണല്ലോ എന്താ കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരണം. എല്ലാരും ജീപ്പിലെ പോന്നേ എന്തോ സംഭവം നമ്മള് പെട്ട് കഴിച്ചു. ഇവിടെ ഗ്ലാസ് തട്ടി നിൽക്കുക. Hey guys, good morning. പക്ഷേ ഇപ്പം നമ്മുടെ വാഗമണ്ണിൽ കോടയില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട് രാവിലെ. ഇപ്പൊ സമയം 8:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അല്ല, ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല. ഞാൻ ഷോർട്സ് ആയിട്ട് എനിക്കാണെങ്കിൽ കിട്ടിങ്ങുന്ന് ഇറങ്ങി. അതല്ല, ഒരു ഇരുമ്പ് സ്റ്റൂളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഈ സ്റ്റൂൾ ആൾറെഡി തണുത്തുറഞ്ഞിരിക്കുകയാണ്. സത്യം ഇന്നലെ രാത്രി ഇവിടെ വന്നൊരു ഭയങ്കര കഥയാട്ടോ. ഇന്നലെ നമ്മൾ അവിടുന്ന് വീഡിയോ ഔട്ടറൊക്കെ എടുത്ത് ഇറങ്ങി ഫുള്ള് ഇരുട്ട്. അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല ഗൈസ്. പെട്ട് എന്ന് വെച്ചാ ഒട്ടും വെട്ടമില്ല. നമ്മളെ വണ്ടിക്കാണെങ്കിൽ വെട്ടവും കുറവാണ്. നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഫോർച്യൂണർ അവർ ബിൽഡായിട്ട് തരുന്ന ലൈറ്റ് കുറച്ച് കുറവാണ്. അങ്ങനെ അതും നമ്മളെ വന്ന വഴി മൊത്തം തിരിച്ചു വരണ്ടായിരുന്നു. വന്ന വഴി എനിക്ക് അറിയാലോ, മൊത്തം ഭയങ്കര മോശം വഴിയായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുത്, പെട്ടുപോകും. അവിടെ ഉള്ള ലോക്കൽസ് ചോദിച്ചു പറഞ്ഞ് പോവാ. ഏതോ ഇവിടെ മൊത്തം മലയടി, ഏതോ മലയാണെന്ന് അറിയത്തില്ലേ. അപ്പം നമ്മൾ ഇന്നലെ അത് കഴിഞ്ഞിട്ട് ആ മോശം റോഡിൽ കൂടെ ഒക്കെ എങ്ങനെയൊക്കെയോ വന്ന് നല്ലൊരു ചായയും പഴംപൊരിയൊക്കെ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് കുടിച്ചു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ നല്ല ചൂടോട് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തില്ലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ തേരാപ്പാര അരയുകയായിരുന്നു റൂമിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു റൂം ബുക്ക് ചെയ്തു. അപ്പം അത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമായിരുന്നു. Booking.com വഴി ബുക്ക് ചെയ്തതാണ് അത്. പക്ഷേ മാപ്പ് തെറ്റായിരുന്നു. നമ്മളവിടുന്ന് കറങ്ങി ലാസ്റ്റ് പുള്ളി പറയാ ഇത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. നമ്മൾ പിന്നെ അവരെ വിളിച്ചതും പറഞ്ഞു ഇത് മാപ്പിൽ കാണിക്കുന്നത് തെറ്റാണ്, 8 കിലോമീറ്റർ ബാക്ക് വരണമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എന്തായാലും ഉറക്കവും വന്ന് അമ്പൂട്ടനും ഭയങ്കരമായിട്ട് അവൻ കൈ കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ രാത്രി ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വേറെ എങ്ങും പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ റോഡ് സൈഡിൽ വന്നപ്പോൾ നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പോഴേ വണ്ടി കയറ്റി എനിക്ക് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് എഡിറ്റിങ് ചെയ്ത് മൃദുല എനിക്ക് നല്ല കോഫിയൊക്കെ ഇട്ടുതന്ന് എന്നിവ അടിപൊളി. അയ്യോ സത്യം, ഇന്നലെ ആ ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിച്ചപ്പോ എന്തോ ഒരു സുഖമായിരുന്നു. നല്ല അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നല്ല ഏരിയ ഉള്ളൊരു ഹോട്ടലാണ്, നല്ലൊരു ഹോട്ടലാണ്. ഇവിടെയും പാർക്കിംഗ് ഉണ്ട്, അവിടെയും പാർക്കിംഗ് ഉണ്ട്. ഞാൻ എന്നിട്ട് രണ്ടിടത്തും ഉണ്ടായിട്ട് ഞാൻ അവിടെ പാർക്ക് ചെയ്തില്ല. ഞാൻ റിസപ്ഷന്റെ സൈഡിലാണ് വണ്ടി ഇട്ടത്. എനിക്ക് വേറെ എനിക്ക് എത്ര പെട്ടെന്ന് റൂമിൽ വരണമെന്നായിരുന്നു. ഞാനൊരു പൊടി മനുഷ്യനായിരുന്നു ഗൈസ്. കാരണം അവിടുത്തെ ആ പൗഡർ ഉണക്കുന്ന പൊടി എൻ്റെ ദേഹത്ത് മൊത്തം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്നിട്ടാണെങ്കിൽ അവിടെ ഉള്ള പഴയ വീഡിയോസ് നോക്കി. അവിടെ ഫുള്ള് ഗ്രീനറിയാണ് ഗൈസ്, പച്ചപ്പാണ്. ഇപ്പോഴാണ് ഇതല്ലേ ഇലകൾ പൊഴിയല്ലേ, വിന്ററല്ലേ. അതുകൊണ്ട് അവിടെ ഇപ്പോഴല്ല ഭംഗി സത്യത്തിൽ. മഴക്കാലത്തും അല്ലാത്തപ്പോഴും നല്ല ഗ്രീനറിയാണ് അവിടെ. സുഖം ഉറക്കം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ് ഗൈസ്, അടിപൊളി റൂമാണ് കേട്ടോ. ഈ ഉറങ്ങി കിടക്കുന്ന അമ്പൂനെ ഉണർത്താൻ തീരെ താല്പര്യമില്ല. ഹലോ അമ്പൂട്ടാ, ഹലോ അമ്പൂട്ടാ, അമ്പൂട്ടാ.
നല്ല ഉറക്കോടി മുതല് അല്ലെങ്കിൽ നമ്മളൊന്ന് ഞാൻ ഒന്ന് കട്ടില നിന്നിട്ട് അമ്മ ഉണരുന്നവനാ ഉറക്ക കാര്യം പറയും ഞാൻ അപ്പൊ ഉണരാൻ വേണ്ടി ഉറക്ക കാര്യം പറയാ അമ്പൂ അമ്പൂ നീ എടുത്താൽ മതി അവനെ. ചെറിയ TV ഉണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ഇവിടെ ഇരിക്കാൻ ഒരു ചെയറുണ്ട്, ചെറിയൊരു ബാൽക്കണി. പിന്നെ ഈ ലൈറ്റ് ഒക്കെ കൊള്ളാല്ലേ. നമ്മളില്ല തോബെ താമര പോയ പോലത്തെ മറ്റേ തേക്കുന്ന സാധനമൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു ലോക്കർ ഉണ്ട്. ഇതിലേക്ക് മേക്കപ്പ് ചെയ്യാൻ ഇവിടെ ഒരു മിറർ ഉണ്ട്. ഞാൻ ഇതിലൂടെ എഡിറ്റ് ചെയ്യുമായിരുന്നു. എനിക്കൊരു എഡിറ്റിംഗ് ടേബിൾ ഉണ്ട്. പിന്നെ ഇതിനടിയിൽ എന്തുവാ വല്ലതും ഉണ്ടോ? എടാ ഇത് ഓബെ താമര പോലെ അത്ര അല്ലെങ്കിലും ഇതിനകത്തും ഉണ്ട് കേട്ടോ. മറ്റേ ഇത് 5 സ്റ്റാർ അല്ല. ഇത് 7up മിറണ്ട. സത്യത്തിൽ നമ്മളിവിടെ പെട്ടുപോയി കേട്ടോ. നമ്മൾ എടുക്കണോന്നും പറഞ്ഞു വന്നതല്ല, വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ടയർഡായി. പക്ഷെ ബാത്റൂം അടിപൊളി ബാത്റൂമാണ് ഗൈസ്. കിട്ടില്ല ബാത്റൂം എല്ലാം പുതിയ സാധനങ്ങളാ. ശരി, അതുകൊണ്ട് ഇതുപോലും പുതിയ സാധനങ്ങളല്ല. ഇല്ല, രാത്രി അടിപൊളിയായിരുന്നു. ഗൈസ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. ഉറക്കത്തിലാണെങ്കിലേ ആ സാധനം എടുത്ത് കളയാനുള്ള അവന്റെ ഒരു ഇതേ ഗൈസ്. ഇത് ഇട്ടേക്കണം ഗൈസ്, നല്ല അത് ഇട്ടേക്കണം കേട്ടോ. കളിക്കരുത്. ഇല്ലെങ്കിൽ ഇത് വെക്കാം. ഞാൻ എല്ലാ സേഫ്റ്റിയും കൊണ്ടാ വന്നത്. ഇത് വെക്കത്തില്ല, ഇതൊന്ന് വെച്ചു പറഞ്ഞേ ഇരിക്കുന്നു നോക്കിയാണ്. പിന്നെ ഇവിടെ ഒന്നും കിട്ടൂല. പട്ടിണി ഇരിക്കേണ്ടി വരിക. അവസാനം ഒപ്പിച്ചു വയസ്സ്. ഇവിടെ സമ്മതിക്കത്തില്ലേ? ഇല്ല ഉറങ്ങി ഒന്ന് ഉറക്കം വന്നിരിക്കടി. ഉറങ്ങട്ടെ. നീ ആട്ടി നടന്നോ? മിക്ക ഹോട്ടലിൽ ഈ ഒരു ഗോൾഡൻ ആണല്ലേ. എവിടെന്നോ ഹോൾസെയിൽ തമിഴ്നാട്ടിൽ നിന്നോ അല്ല റെന്റിന് ലാഭത്തിൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഇല്ല കൂട്ടില്ല. അച്ഛനാകുമ്പോ വെച്ച അമ്മയല്ല. കണ്ട മോന്ത വലിച്ചറിയിരിക്കുന്നുണ്ട. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചോണ്ട. റെസ്റ്റോറന്റ്. ഈ ഫുഡ് എങ്ങനെ ഉണ്ടോ കഴിച്ചു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ദോശയും ഇഡലിയും മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ച നമ്മുടെ കുറെ ഐറ്റംസ് കാണുമെന്ന്. സ്വീറ്റ്സ് ആയിട്ടോ? അങ്ങോട്ട് സ്വീറ്റ്സിന്റെ അങ്ങോട്ടല്ലേ കണ്ണു പോക്ക്. ജിലേബി എവിടെ? ജ്യൂസ് ഉണ്ടോ? ഇവണ് ചായ എടുത്തില്ലല്ലേ? ആ ഫുഡ് വന്നപ്പോ ഇയാള് കണ്ണൊക്കെ തുറന്നല്ലേ ആക്റ്റീവായല്ലോ. ഞാൻ എടുത്തത് ഒരു ദോശ, ബാജി, ഒരു ഇഡലി, ചമ്മന്തി ആൻഡ് ചട്നി, സോസേജ്, ഒരു ബോയിൽഡ് എഗ്. മൃദുലയും സെയിം തന്നെ. അമ്പൂട്ടിനും കൂടി വേണ്ടി പിന്നെ ഇത് നമ്മുടെ ബനാന ഏത്തക്ക പുഴുങ്ങിയത്. ഇഡലി നോക്കാം. നല്ല സോഫ്റ്റ് ഇഡലി. ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി. ഇഡലി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ സോഫ്റ്റ് ഇഡലി അടുത്ത സമയത്ത് കഴിച്ചിട്ടില്ല. ദോശയും സാമ്പാർ. ദോശ എത്ര പോരാ, ഈ ഇതൊന്നുമില്ല, കോടയൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്, ചെറിയ കാറ്റുണ്ട്. അയ്യോ നമ്മളെ വണ്ടി ഇങ്ങ് കിടക്കുന്നതാണോ? ഇന്നലത്തെ പൊടി മൊത്തം തിന്ന് കിടക്കുവോ? അയ്യോ ഇത് കണ്ടോ, ഇത് കൊണ്ട് കഴി എന്തെങ്കിലും കളയണം കേട്ടോ. ഇത് ഡിക്കി നമുക്കൊരു സാധനം ഇപ്പൊ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാ. തൊട്ടാ പോയി, നമുക്ക് ശാരിക്കാൻ പറ്റത്തില്ല. നല്ല ഏരിയ ഉണ്ടല്ലേ വെറുതെ? നല്ല ഏരിയ ഉണ്ട്. അമ്പൂട്ടൊന്നും തിന്നില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റീം ബനാന എടുത്ത്. അവ ഒന്നും കഴിച്ചില്ല ഗൈസ് രാവിലെ, അത് ഉറങ്ങി എണീറ്റോണ്ടായിരിക്കാം. അപ്പൊ ഗൈസ് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ്, ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് പോകണമെന്നും പറഞ്ഞിരുന്നു, പക്ഷെ അതവിടെ ക്ലോസ് ആണ്, മെയിൻ്റെനൻസ് നടക്കുക. ഇങ്ങനെ അവിടെ പോയ രണ്ടുപേരെ കണ്ടപ്പോ അവര് പറഞ്ഞു നീ എവിടെ പോവും? ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മുടെ റൂമിന്റെ അവിടെയാണ് നിക്കാൻ കൊള്ളാത്ത ഒരു വ്യൂ ഇല്ലാത്തല്ലേ? ഇവിടെ അടിപൊളി വ്യൂ ഗൈസ്. നമുക്ക് അവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എവിടെ പോണോന്നാണ് മറച്ചിട്ടേക്കുന്നുണ്ട്, അവിടെ വരെ ബോട്ട് വരും. അത്രേ ഉള്ളു കേട്ടാ മൃദുലേ. അമ്പുവേ എൻജോയ് ചെയ്യാം. ക്യാപ്പ്
നിന്റെ ക്യാപ്പ് എന്തിടാൻ പോകും? ക്യാപ്പ് വെക്കത്തില്ലോ. ക്യാപ്പ് വെക്കടാ. ക്യാപ്പ് വെക്കത്തില്ലേ നീ? എന്തൊരു ചാച്ചാച്ചാ എടാ, തണുത്ത് പനി പിടിച്ച് കിടക്കൂടാ നീ. കമ്പിൽ എന്തോ തണുപ്പായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നു. എനിക്കറിയാമേ ചെറുങ്ങനെ തണുപ്പ് ഭയങ്കര ഇഷ്ടോട്ടാ. അല്ലെ കൊച്ചു പിള്ളേർക്ക് പിടിച്ചു വലിച്ചെറി. എടാ വിടറാ നിന്ന് അപ്പ പിടിച്ചോണം കേട്ടോ. എന്തിനേലും ബാ റൂമിൽ പോവാ. എണീര്. ആക്റ്റീവ് ആയാലേ വിശക്കും. എനിക്ക് നോക്കാം അവന്റെ ഒരു പാമ്പേട്ട് തള്ളിയിരിക്കുക. ഹുക്കിട്ടില്ലേ? അങ്ങ് മറിയുവാണ്. ഹലോ അമ്പൂട്ടാ. ഹലോ അമ്പൂട്ടാ. ആരടാ അവിടെ ക്ലാസ് അടഞ്ഞു പൊട്ടിക്കുന്നത്? എന്റെ കാണോ ഇവിടെ ആരാടാ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ടിരിക്കുന്നേ? ഡേ നമ്മൾ എന്തിനു വാഗമൺ വന്ന് ഈ റൂമിൽ ഇങ്ങനെ കിടക്കാനാണ്? വാഗമൺ പോവാം. 2 മണിക്കല്ലേ ചെക്കോട്ട്. ഞാൻ എപ്പോഴേ വീട്ടിൽ നിന്ന് എരിച്ചിരിക്കുന്നു. റിലാക്സ് ആവാൻ വേണ്ടി വന്നേല്ലേ. ഒന്ന് റിലാക്സ് ആവ്. കേട്ട് അങ്ങനെ പറഞ്ഞു വരും. നമുക്കൊന്ന് റിലാക്സ് ആവും. എനിക്കാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തായിക്കോണേ, ഇതിങ്ങനെ കറക്കുമ്പോഴേ ഇങ്ങനെ വരും. തൊടുവേ തൊടാ പേടിയാ. കാരണം അവൻ അറിയാൻ നോവുന്ന്. പതിയെ തൊട്ടിട്ടൊക്കെ ചിരിയാ. പേടിച്ചു പറയാ. വലിയ എന്തോ കാര്യം നീ അങ്ങ് സാധിച്ചു. ഒന്നുകൂടെ എനിക്ക് എവിടെ കിടക്കാൻ പോലുള്ള സാധനം. ഞാനിപ്പോ അയ്യത്തൊക്കെയാണ് കിടക്കുന്നത്. തള്ളി മാറ്റി കളയോ. ഞാൻ ഒന്ന് കിടന്നോട്ടെ പെണ്ണുപിള്ളടുത്ത്. ഞാൻ കാലി കിടക്കുവാ. ഇവിടെ കുഴപ്പമില്ലല്ലോ. അവിടെ കുഴപ്പമില്ല. നീ ഇവിടുന്ന് മേലോട്ട് കേറി വന്നാൽ അവൻ കണ്ടില്ല. അത് പോന്നോടെ വരെ പിടിക്കും. അവന് പിടിച്ചാൽ എന്നെ പിടിക്കും. എന്നെ പിടിച്ച ഞാൻ പിടിക്കും. പൊക്കോളം ചേട്ടൻ വീട്ടിൽ അടുത്തുനിന്ന്. അങ്ങനെ നമ്മള് റൂമിനോട് ടാറ്റായി ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ക്ലിയർ? എത്ര നേരം കൊണ്ട് ഒരുങ്ങിയിരിക്കും അറിയല്ലേ. ഒന്ന് ഞെക്ക് ലഗേജ് ഒക്കെ കയറ്റി. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം. ചൂടുവെള്ളം കുടിക്കണ്ട. ചൂടുവെള്ളം കുടിക്കുന്ന നല്ല ചൂടടി. നമ്മള് ഒരു ഹോട്ട് ആൻഡ് സൂർ ചിക്കൻ സൂപ്പും പറഞ്ഞ് ഒരു ചിക്കൻ ബിരിയാണിയും. ഇവിടുത്തെ ചിക്കൻ ബിരിയാണി എങ്ങനെ ആയിരിക്കും? മറ്റേ ഇതായിരിക്കില്ല, നമ്മുടെ ചെറിയ റൈസ് ഉണ്ടല്ലോ, മറ്റേ മലബാർ സ്റ്റൈൽ ആയിരിക്കില്ല, മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് നീളമുള്ള അരി ആയിരിക്കും. എനിക്ക് അങ്ങനത്തെ ബിരിയാണി അത്ര താല്പര്യമില്ല. പക്ഷെ ഇവിടെ വേറെ ഒന്നുമില്ല, മീൽസ് ഒന്നുമില്ല. എന്ത് വേണം? ബ്രെഡ് ഓംലെറ്റ് കാണിച്ചു തരാം കേട്ടോ. എന്താണ് കാണിച്ചു തരാം. അല്ല എന്ത് കടിക്കുവാണോ വെള്ളം മൊത്തവും ഇതിങ്ങനാണേ. മൃദുല അവനെ ഒരുക്കും കഷ്ടപ്പെട്ട്, എന്നിട്ട് യവൻ മൊത്തം ഉടുപ്പി മൊത്തം വെള്ളമാക്കും. അത്ര അക്കപ്പുറം വേണ്ട. തരാച്ചൻ കീഴടങ്ങി. നമ്മുടെ ചിക്കൻ സൂപ്പ് എത്തി കേട്ടോ. ഹോട്ട് ആൻഡ് സൂപ്പ് ടേസ്റ്റ് നോക്കാം. ഞാൻ ഒന്നും പറയുന്നില്ല, ഇനി ബിരിയാണി വരട്ടെ. നമ്മുടെ ബിരിയാണി എത്തി കേട്ടോ. ക്വാണ്ടിറ്റി ഉണ്ട് ഇല്ലേടാ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്.
അധികമാണ്. ഒരു സാധനം നിറച്ച് വിളമ്പാൻ പോലും പറ്റണില്ല, അത്രത്തോളം വയനയിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം. ബിരിയാണിയുടെ ഞാൻ തന്നെ കുണം വന്നിട്ട് ചുരുട്ടി കൂട്ടിയതാട്ടോ, വേറൊന്നുമല്ല. ഇത്രയും മോശം ബിരിയാണി ഞാൻ എൻ്റെ ഈ ലൈഫിൽ, ഈ അടുത്ത സമയത്ത് ലൈഫിൽ തന്നെ പറയാം, ഞാൻ ഇത്രയും മോശം ബിരിയാണി കഴിച്ചിട്ടില്ല. എടാ അത് ഇത്രയും നല്ല അടിപൊളി ഒരു ഹോട്ടലിൽ 7 രൂപയ്ക്ക് നമ്മൾ അവിടുന്ന് വാങ്ങിയില്ലേ, എന്ത് നല്ല ബിരിയാണി ആയിരുന്നു. ചലഞ്ച് വാങ്ങിച്ചപ്പോ ഈ കറുകപ്പട്ടയും ഈ ബേ ലീവ്സും ഈ സ്റ്റാറും ഈ കട്ടും മുണ്ട് കുറെ സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണോ എന്തോ, ചുമ്മാ വാരിട്ട് മനുഷ്യന് കഴിക്കാൻ പോലും പറ്റുന്നില്ല. ചിക്കൻ പുഴുങ്ങി വെച്ചേക്കുന്നു, ഉപ്പുമില്ല ഒന്നുമില്ല. ചോറ് റൈസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്, പക്ഷെ എല്ലാ ഓവർ സ്പൈസസും ചിക്കനിൽ ഫ്ലേവർ പിടിച്ചിട്ടില്ല. ഒരു ഫീൽ പോലും ഇല്ല. സത്യം എന്ത് ബിരിയാണി ആയിപ്പോയി, മൂടേ പോയി. സത്യം ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നോ? നല്ല ബ്രേക്ക്ഫാസ്റ്റ്. റൂമൊക്കെ കൊള്ളാം, നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഇല്ലേ ഇവിടുത്തെ, എല്ലാം കൊള്ളാം. പക്ഷെ ബിരിയാണി എത്ര പോരാ കേട്ടോ. അതുപോലെ നമ്മള് മാത്രല്ല ഇത് പറഞ്ഞത്, അവിടെ വഴക്കിടുന്നു അവിടെ ആൾക്കാര്. നമ്മള് വിശപ്പുള്ളതുകൊണ്ട് കഴിച്ച് അവിടെ 2-3 നേരം വഴക്കിടുന്നു. അതും അവര് ആ ബിരിയാണി കഴിച്ചത് പോലും ഇല്ല, എല്ലാം അതേപോലെ കൊണ്ടുപോകുന്നു. നമ്മള് വാങ്ങിച്ചല്ലയോ എന്ന് വിചാരിച്ച് നമ്മള് വിശപ്പുള്ളതുകൊണ്ടിരുന്ന കഴിച്ചു. 350 രൂപ. സത്യം എന്റെ വണ്ടിയാട്ടോ, അല്ലാതെ ഇത് അശയൊന്നും അല്ല. ഇത് എന്തോ നല്ല വെയിലുണ്ട്, അതല്ലേ നിന്റെ മോൻ താണ്ടെ കുടിച്ചു മൊത്തം വെള്ളമാക്കി. വണ്ടിക്ക് ഞാൻ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാനുള്ളായിരുന്നു. എന്താ പറയാനാ, ഇന്നലെ നമ്മൾ ഓഫ് റോഡൊക്കെ പോയതുകൊണ്ട് മൈലേജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ഞാൻ പ്രതീക്ഷനെക്കാട്ടി പെട്ടെന്ന് എണ്ണ തീർന്നു. സാധാരണ അങ്ങനെ ഇപ്പൊ എണ്ണ തീരേണ്ടതല്ല, എണ്ണ തീർന്നില്ല. ഹാഫ് ടാങ്ക് തൊട്ട് താഴെ കിടപ്പുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇനി സ്പോട്ടിൽ പോവല്ലേ, അപ്പം പിന്നെ നമ്മള് 4x4 ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കത്തി തീരും. അപ്പൊ നമുക്ക് എന്തായാലും അടിച്ചിട്ട് പോവാം. അപ്പൊ ഇവിടെ പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ 14 കിലോമീറ്റർ ഉണ്ട്, അല്ലാതെ മൊബൈൽ പമ്പോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അത് ഡീസൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം ഈ ജീപ്പുകാരുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അവിടെ പോയി അടിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് പച്ചപ്പുണ്ട് കേട്ടോ, താഴേക്ക് സൈഡ്. പക്ഷെ മലകൾ ടോപ്പ് ഫുള്ള്. അയ്യോ നോക്ക്, ആ വീട്ടിലൊക്കെ എന്ത് ചൂടായിരിക്കും. നിങ്ങൾ വിചാരിക്കും തണുപ്പ്, നല്ല ചൂടുണ്ട് കേട്ടോ. ഐസ് വേണോ കൂടുതൽ? ഐസ് നല്ല ഐസായിരിക്കും. കൊള്ളത്തിലായിരുന്നു നാരങ്ങ വെള്ളം. നമ്മൾ ഓരോ വട്ടം വരുമ്പോഴും പോയ സ്ഥലത്തിനെക്കാട്ടും പോവാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം. എല്ലാം വരൾച്ച. നമ്മള് വാഗമണ്ണിന്ന് ഇങ്ങനെ വരുമ്പം കോട്ടമല എന്ന് പറഞ്ഞത് ഇങ്ങോട്ടൊരു റോഡ് കാണും, അങ്ങോട്ടും മെയിൻ റോഡ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഈ റോഡ്. ഞാൻ വേറെ ഒന്നുമില്ല, ഈ റോഡ് നല്ല വ്യൂ ഉണ്ട്. ഒരു CCTV ഒക്കെ ഇരിപ്പുണ്ട്, വർക്കിംഗ് ആണോ എന്തോ. അടിപൊളി നല്ല വ്യൂ. അതിന്റെ താഴെ ഒരു വീട് ഇരിപ്പുണ്ട്. എന്റെ പെട്ടെന്ന് അങ്ങ് ഒരു ഒറ്റപ്പെട്ടൊരു ഫീല്. പക്ഷെ കൊള്ളാം. ഇച്ചിരി ഉറങ്ങട്ടെ, അവന് ക്ഷീണമുണ്ട്. അതുപോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ്. അതാ ഞങ്ങക്ക് 12 മണിക്ക് എണ്ണീറ്റാ ശീലം. യാത്ര ചെയ്ത് ഒരു റോഡില്ലാത്തൊരു സ്ഥലത്ത് എത്തി കേട്ടോ. അയ്യേ ചാണാത്തി ചവിട്ടി. ഇവിടെ ഒരു പൊതുവിതരണ കേന്ദ്രം കണ്ടു ഗൈസ്. ഇനി അങ്ങോട്ട് റോഡില്ല കേട്ടോ. നമ്മൾ കുറേ ഉള്ളിലോട്ട് വന്നു. വരുന്ന വഴിക്ക് ഒരു വണ്ടി പോലും കണ്ടില്ല ഗൈസ്. നമുക്ക് അവിടെ 2 ചേട്ടന്മാർ നിൽപ്പുണ്ട്. ചേട്ടന്മാർ ചോദിച്ചു നോക്കി അവിടെ പോയി എവിടെ എത്തും. ഗൈസ് വഴിയൊന്നും നമുക്ക് തെറ്റിയിട്ടില്ല. ചേട്ടന്മാർ പറഞ്ഞത് അതുവഴി അങ്ങോട്ട് പോവും. പക്ഷേ ജീപ്പ് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് ജീപ്പൊക്കെ പോകത്തുള്ളൂ എന്നാ പറഞ്ഞേ. ഇതുവഴി തന്നെ പോന്നേ. അടാ അത് അവർ കാർ ഷെഡാടാ. പക്ഷെ പൊതുവിതരണ റേഷൻ കടയാന്ന് തോന്നുന്നു ഇവിടുത്തെ. പക്ഷെ ഇവിടെ വീടൊന്നും ഇല്ലല്ലോ. എന്തോ വെച്ച കാല് മുമ്പോട്ട് സുഹൃത്തുക്കളെ. ഇനി ഒരു പരിപാടി ഇല്ല, മുമ്പോട്ട് തന്നെ പോവാ. ഇതിലാണോ പോയത്? ഈ റോഡായിരിക്കും അപ്പൊ. നേരെ ആയിരിക്കും. എനിക്കറിയാൻ പയ്യ. പക്ഷെ ഒരു വണ്ടി നമ്മൾ കണ്ടില്ല കേട്ടോ. ഇല്ല ഒറ്റ വണ്ടി കണ്ടില്ല. ഇവിടെ ആളെ ഭയങ്കര കുറവാട്ടോ. കെട്ടിടങ്ങളല്ല ഇങ്ങനെ സ്ഥലങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും താമസമില്ല. വീടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏതൊക്കെയോ കുണ്ടും കുഴിയും വന്നു കേട്ടോ.
സംഭവം നമ്മള് കറക്റ്റ് റോഡാ, നമുക്ക് വഴി തെറ്റിട്ടില്ല. നമ്മളിപ്പോ ചോദിച്ചു, അപ്പൊ നമ്മൾ വന്ന സംഭവം കറക്റ്റ് തന്നെയാണ്, തെറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കോൺക്രീറ്റ് റോഡ് വരും, ഇടയ്ക്കിടയ്ക്ക് അല്ലാത്ത റോഡ് വരും. മോനെ അടിപൊളി വ്യൂ ഗൈസ്, അടിപൊളി കേട്ടോ. വാഗമൺ ഇങ്ങനെയും കുറച്ച് സ്ഥലങ്ങളുണ്ട് ഗൈസ്, ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഏരിയാസ് ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വരുമ്പോ മൊട്ടക്കുന്ന് അങ്ങനെയുള്ള ഏരിയയിലേക്കല്ലേ പോകുന്നത്, കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ അവിടെ ഒരു പ്രോപ്പർട്ടി ആണ്, അതാണ്ടോ ഇതൊരു പ്രോപ്പർട്ടി കേട്ടോ. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ അടിപൊളി ലൊക്കേഷൻ കേട്ടോ, ആരുടെ ശല്യവും ഇല്ല, സൗണ്ടും ഇല്ല. ഇതും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് അവിടെ സ്റ്റേ കാണും ഗൈസ്. ഇവിടെ നമുക്ക് വ്യൂ കാണണം പാടാണ് ഗൈസ്. നമുക്ക് ഇവര് ഈ ജീപ്പുകാര് അങ്ങോട്ട് കയറ്റി വിടത്തില്ല നമ്മളെ. എത്ര വണ്ടിയായിട്ട് ടൂറിസ്റ്റ് ബസ്, 2-3 ടൂറിസ്റ്റ് ബസ് വന്നു കേട്ടോ. ഇവിടെ താഴോട്ട് പോയ ടണലുണ്ട്, വാട്ടർഫാൾസ് ഉണ്ട്. വണ്ടി കയറ്റി വിടും, നമ്മള് നിന്ന് ഒരു 10, ഇതിപ്പോ 15ാമത്തെ കണ്ടാ തോന്നുന്നു, അടിച്ചു പൊളിച്ചു പോകുന്നു. നമുക്ക് പോയി നോക്കാം എന്തോ സംഭവിക്കണ്ടെന്ന് അറിയാലോ. എടാ പ്രൈവറ്റ് വണ്ടി കയറ്റി വിടൂലെന്നല്ലേ പറഞ്ഞേ, എന്തോ സംഭവം അറിയാലോ. അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്നാ പറഞ്ഞേ. അല്ല പോയി നോക്കാം, എന്തോ നമുക്ക് അറിയണല്ലോ എന്താ. നമുക്ക് കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരണം. എല്ലാരും ജീപ്പിലെ പോന്നേ, എന്തോ സംഭവം. ഇവരെ ഈ റോഡൊന്നും ഒരിക്കലും ശരിയാക്കൂല, എന്താന്നറിയോ, പ്രൈവറ്റ് വണ്ടി പോയത്. അല്ല സീരിയസ്ലി, അമ്മോ ഞങ്ങളുടെ അവസ്ഥ, റോഡിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണണം. നമുക്ക് പോയി നോക്കാം. പക്ഷെ മൊത്തം മേളിൽ സ്റ്റേ ഉണ്ട്, മേളില് ഫുള്ള് നല്ല സ്റ്റേ ഉണ്ട്, അത് കാണിക്കാൻ റോഡ് കേട്ടോ. ഈ ബൈക്കുകാരുടെ കാര്യം പറയാണോ കേട്ടോ, കാരണം മൊത്തം അവർക്ക് പൊടിയായിരിക്കും, പൊടി നിന്ന് പോണവര്. പൊടിയുടെ മാത്രമല്ല അവർക്ക് നമ്മൾ ഈ റോഡ് തിരിച്ചു വരണമല്ലോ ദൈവമേ ബൈക്കും പ്രൈവറ്റ് വണ്ടിയല്ലേ, പ്രൈവറ്റ് വണ്ടിയാ. അവരാണ് സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് കൂട്ടുണ്ട്, 2 ബൈക്കുകാരുണ്ട്. അയ്യോ ഇവിടെ നല്ല റോഡാ, ഇങ്ങോട്ട് നല്ല റോഡാ. നമ്മളെന്തായാലും പോവാ. എന്താണ് പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോവാ, എന്താ സംഭവിക്കുന്നത് നമുക്കൊരു എക്സ്പെരിമെന്റ് ആക്കി നോക്കാം. അങ്ങനെ നമ്മളതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ കയ്യിൽ 4x4 വെഹിക്കിൾ വേണമെന്നില്ല കേട്ടോ, അത്യാവശ്യം ഹൈറ്റ് കൂടി വണ്ടി മതി. നമ്മുടെ എനിക്ക് ഇന്നോവ തട്ടും, ഇവിടെ ഇന്നോവൊക്കെ തട്ടും. അതിൽ നിന്നും ഹൈറ്റ് കൂടി വണ്ടി ആയതുകൊണ്ട് എടാ 4x4 വേണമെന്നില്ലടാ, അത്യാവശ്യം ഹൈറ്റ് കൂടി വണ്ടികളെല്ലാം വരും. അത് ആവശ്യത്തിൽ അത് ടാറ്റയുടെ സഫാരി, സഫാരി ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ഇതുവഴി പോകുന്നുണ്ട്. സഫാരിയൊക്കെ പോകും, കുഴപ്പമില്ല. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളെല്ലാം വരും കേട്ടോ. എന്തായാലും അമ്പുതേ ഉറക്കം വേണ്ടിയിട്ട് നമ്മളതേ ടണലിൽ പോവുകയാണ്. പക്ഷെ ആ ഡ്രൈവറിന്റെ വാക്കിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നെങ്കിലോ, പുള്ളി നമ്മളെ തിരിച്ചു വിടാനാ നോക്കിയത്, കയറ്റി വിടത്തില്ല എന്നാ പറഞ്ഞത്. ഇത്രയും ദൂരം നിന്ന് വന്നേ അല്ലേ. അതെ ജീപ്പുകൾ ഉള്ളൂ. ജീപ്പുകൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി അവരവിടെ ഇറക്കിയിട്ട് തിരിച്ചു പോകും. 100 മീറ്റർ നടക്കണം. നമ്മുടെ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തു കേട്ടോ. ഒരു കടയുണ്ട് ഫ്രണ്ടിൽ. അമ്പ് ഉറക്കമായിരുന്നു എണീറ്റ്. വെള്ളം കുറവാ കേട്ടോ, അതുകൊണ്ടല്ലേ. ഹായ് മുറ്റത്തൊരു മൈന. എന്താല്ലേ കുറിയാണോ? മണ്ണടിക്കാൻ വന്നേണോ? അതുകൊണ്ട് മണ്ണടിക്കാൻ വന്നേ നമ്മള്. നല്ല തണുപ്പേടി, തണുത്ത വെള്ളം. ഫുള്ള് എന്തൊരാളാടാ. ഹായ് ഗായ്സ്. തോനെ നടക്കാണ്ട ചേച്ചി,
കുറച്ചുണ്ട്. ഇടിയിൽ പമ്പയിലൊക്കെ വെള്ളം പോലെ നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ് ഗൈസ്. ഇത്തിരി ഉള്ളിലോട്ട് വന്നപ്പോഴാ ഒരു ഫീല് കിട്ടിയത്. എടി ആ വന്ന പയ്യന്മാരെല്ലാം ബൈക്ക് ഇവിടെ വെച്ച കേട്ടോ. ജീപ്പ് ഇവിടെ സ്റ്റാൻഡ് ഉണ്ടേ, ജീപ്പിന്റെ സ്റ്റാൻഡാണ് ഗൈസ് ഇവിടെ. നോക്ക്, നിങ്ങളെ വാഗമണ്ണിന്ന് ഇവിടെ വിളിച്ചു വരുവാണെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ അല്ലേ? അത്യാവശ്യം നമ്മൾ ഏതൊക്കെയോ റൂട്ട് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ് ഗൈസ്. അതെ അതെ അതെ. മാറി 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 മാറി. അതെ അതെ. എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ വെട്രി ജീപ്പ് സഫാരി എഴുതിയിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ടുണ്ട് വണ്ടിയുടെ. കൂടുതലുമേ തമിഴ് ആൾക്കാരുണ്ട് ആ ജീപ്പ് ഓട്ടിക്കുന്നേ. പിന്നെ ടൂറിസ്റ്റുകളാ. എനിക്ക് ശബരിമലയിൽ ഏതൊക്കെയോ വഴി ഫീൽ ചെയ്യുന്നു, മലയ്ക്ക് പോകുന്ന. പൊങ്കാലൊക്കെ ആളുണ്ടല്ലോ മൃദുലേ, എല്ലാം വന്ന് അവരിപ്പൊ വന്നതേ ഉള്ളൂ. എനിക്ക് അവിടുന്ന് ഒരു ട്രിപ്പായിട്ട് വരുമെന്ന് തോന്നി. വേറെ ഒന്നും ഇല്ലടാ, ഇവിടെ ഇതേ ഉള്ളൂ. ഓ, ഒരു ടണലുണ്ടോ അതിനകത്തൂടെ? എല്ലാരും ടണലിൽ കയറാൻ വേണ്ടിയുള്ള തിരക്കിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നു ഗൈസ്. കുഞ്ഞിനെ കൊണ്ടൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര തിരക്ക്. അല്ലെങ്കിൽ ഈ തിരക്കൊന്ന് ഒഴിഞ്ഞിട്ടേ ഇറങ്ങാൻ പറ്റും. ടണൽ നോക്കട്ടെ. ഓ ആ അതാണ്ടോ ഗൈസ്. ടൂർ വന്നതാ. അയ്യോ, പിള്ളേര് ഭയങ്കര കൂക്കല് കഴിച്ചു. നമ്മള് പെട്ട് കഴിച്ചു. വീതിയില്ല, വീതി ഒട്ടുമില്ല. ഇവിടെ ഗ്ലാസ് തട്ടി നിക്കുക. അല്ല, ആ ജീപ്പോടെ പോയതുപോലെ പോയാ പോരെ? പോവില്ല. നമ്മളിവിടെ ഇറങ്ങി പോയി. ഇവിടെ ഇറങ്ങി നിൽക്കുക. ഗ്ലാസ് ഇപ്പഴേ നൂറ്റി എന്തിനാ? അയ്യോ, എന്തായാലും വണ്ടിയല്ല, ഈ പുല്ലായാലും തട്ടിയേ ഇവിടെ മൈന്യൂട്ട് സ്ക്രാച്ച് എന്തായാലും വരും വണ്ടി. അഡ്വഞ്ചർ ആയിട്ടുണ്ട് വണ്ടി. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. നമ്മൾ എപ്പോഴും പോകുന്ന ട്രിപ്പ് അല്ല ഇത്. ഇത് എല്ലാ പ്രാവശ്യവും പോകുന്ന ചുമ്മാ മൂന്നാറുള്ള ചുമ്മാ വൈബുള്ള ട്രിപ്പല്ല, ഇത് അഡ്വഞ്ചർ ട്രിപ്പാ. കണ്ടില്ലേ, അമ്പു നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് അഡ്വഞ്ചർ തുടങ്ങുന്ന. അമ്പു പിടിച്ചിരുന്നോ? അമ്പു ഇങ്ങോട്ടൊന്ന് ഉറക്കമായിരുന്നു, അവ ഒന്നും അറിഞ്ഞില്ല. ഈ വണ്ടികൾ വരുമ്പോഴേ ഒരു ബാച്ച് ആയിട്ടാണ് വരുന്നത്. മൊത്തം തമിഴ്നാട്ടുകാർ കേസ്. നമ്മളവിടെ ഇറങ്ങിയില്ല കേട്ടോ, നമ്മളവിടെ ഭയങ്കര തിരക്കായിരുന്നു. വഴുക്കലും ഉണ്ട്, നല്ല രീതിയിൽ വഴുക്കലുണ്ട്. തിരക്ക് കാരണം കുഞ്ഞിനെ ഭയങ്കര തിരക്കായി പോയിടെ. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അകത്തോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു വൈബില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ഇവർക്ക് അടിച്ചു പറത്തിയാ പോന്നെ, അങ്ങനെ നോക്കത്തില്ല. അവർക്ക് ടെൻഷൻ ഇല്ല. നമ്മളെ ബാക്കിൽ കിടന്ന് അവര് ബുദ്ധിമുട്ടുണ്ടോ? നമ്മള് പതുക്കെ പോതേ ഉള്ളൂ. ഒരു റോഡും ഇല്ലാത്ത കുറെ വഴി വന്ന് ദേണ്ട ഈ ഒരു വഴി പോയ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചോദിക്കുന്നവരെല്ലാരും പറയണം അതുവഴി പോകാൻ പറ്റത്തില്ല. ജീപ്പ് പോകുന്ന ആ റോഡ്. പക്ഷെ നമ്മളെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ, അവരും 4x4 താറാണ് മലപ്പുറത്തുനിന്ന് വന്നത്. അപ്പം നമ്മൾ അവരുടെ ബാക്കേ പോവാന്ന് വിചാരിച്ചു. അവര് പോവാ. അങ്ങോട്ട് വരാം. ഓക്കെ നമുക്കും പോവാം. എന്തായാലും പോയി കയറി നോക്കാം. സെയിം ഗ്രൗണ്ട് ക്ലിയറൻസാ. പക്ഷെ അവര് പറഞ്ഞ അടി തട്ടും, ഈ ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടി ആണെങ്കിൽ പോലും അടി തട്ടുമെന്ന് പറഞ്ഞേ. നോക്കാം എന്തായാലും പോയി. ഒരു സൈഡ് കുഴിയാട്ടോ, വണ്ടിക്കകത്തിരിക്കുമ്പോ നമ്മൾ ഒന്നും അറിയത്തില്ല. പേടിയായി പോയി.
കണ്ടോ താറ് പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോഡിന്റെ ഭീകരത. അയ്യോ പതിയെ പതിയെ പോയാതി പതിയെ. ഞാൻ ഇറങ്ങിയെടുക്കണോ? നീ ഇറങ്ങണ്ട എന്തായാലും. ഓ എന്റെ പൊന്നടോ ഭയങ്കര കുഴിയാട്ടോ അത്. അയ്യോ ഈ ആ ജീപ്പ് വരുന്ന കാണുമ്പോ അറിയാല്ലേ തിരിച്ച് നമുക്കും അതേ കണക്ക് ഇറങ്ങി അതുപോലൊക്കെ ചെറിയ ഞാൻ വിളിച്ചു തോന ഉണ്ടോന്ന് നോക്കാം. ചേട്ടാ അങ്ങോട്ട് തോനുണ്ടോ? തോനുണ്ടോ? നമ്മള് കേറി ഇറങ്ങി എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ അമ്മോ വളച്ചെടുക്കണമല്ലേ? ഇവിടെയും കല്ല തട്ടല്ലേ? കല്ലുണ്ടേ? കല്ലുണ്ടോ? നീ കാണത്തില്ലടാ. ആ ഇല്ല കേറും വണ്ടി കേറും. ഈ സ്കൈക്ക് ഒരു പ്രത്യേകത അല്ലേ? ഇതൊക്കെയാണ് ട്രിപ്പ്. സത്യം. ജീപ്പുണ്ട്. എന്നാ ലുക്ക് നോക്കിയേ. പോവില്ല? ബാങ്കിലോട്ട് പോണോ? പുറകിൽ ഇനിയും ജീപ്പുണ്ട്. അയ്യോ ചരിഞ്ഞല്ലേ വരുന്നേ? എന്തുവാടി ഇത്? മുട്ടൻ ഡാൻസ്. എന്നെ നോക്കിയപ്പോ ഞാനും ആക്കി കൊടുത്തു. ചെറുക്കന്മാരോ? അപ്പൊ ഈ പെമ്പിള്ളാരോ? ഫ്രീ മ്യൂസിക്, ഫ്രീ മ്യൂസിക്. പോയി നടുക്കൊരു കുഴിയായി. എത്തി, നമ്മളെത്തി. ഏട്ടാ ഡ്രോണിങ് കൊടുക്കാൻ. അത് ഇടുക്കി ഡാമിന്റെ ബാക്ക് സൈഡാണ് കേസ്. അത് പക്ഷെ ഇങ്ങനെ മാപ്പിൽ അടിച്ചാൽ വരത്തില്ല. എനിക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു തരണമെന്നും എനിക്കറിയത്തില്ല. ഇടുക്കി ഡാമൊന്നും മാപ്പിൽ ബാക്ക് സൈഡൊന്നും അടിച്ചാൽ വരത്തില്ല. പക്ഷെ ഇവിടെ വരാൻ ജീപ്പേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 4x4 വണ്ടി താറൊക്കെ വരും. 4x4 വണ്ടി എല്ലാം വരും. ഈ റോഡ് ഇതിന്റെ വ്യൂ പോയിന്റ് കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വണ്ടി താഴെ വരെ വന്നിട്ട് അവിടെ നടന്നു വരാൻ മതി. പക്ഷെ ഇല്ല, നോർമൽ വണ്ടി അവിടുന്ന് വരാൻ പാടായിരിക്കില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വ്യൂ കണ്ടപ്പോ എനിക്ക് കറക്റ്റ് പാണ്ഡവംപാറ. ആണോ? പാണ്ഡവന്മാർ സത്യം 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 സെയിം സെയിം. ഇതിനെക്കാട്ടി കുറച്ചുകൂടി അത് കൊള്ളാൻ തോന്നില്ലേ? പിന്നെ റെയിൽവേ ട്രാക്ക് കാണാം. ഫുള്ള് മലയാ. പിന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റൂല, നടക്കണം. ആ ഒരു വ്യത്യാസമുള്ളൂ. നല്ല അടിപൊളിയല്ലേ? സൂപ്പർ. ഓ അതാ ഇതിനടിക്കുന്നില്ലേ? ആ ശരിയാ. നമ്മൾ ഇത്രയും ദൂരം വന്നതില് എനിക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് താഴെ കൂടെ വഴിയുണ്ട് കേട്ടോ, നടന്നിറങ്ങി പോവായിരിക്കും. ഓ എങ്ങനെയുണ്ട്? സത്യം ഭയങ്കര കാര്യം പറഞ്ഞു. വാ 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 വാ. ഗൈസ് എല്ലാരും പോയി ഗൈസ്. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തണുപ്പ് 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 സെറ്റല്ലേ? അടിപൊളി. അമ്മ ഭയങ്കര ഹാപ്പി. ആകെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇത് കണക്കത്തെ പൗഡർ കണക്കത്തെ പൊടിയാണ്. എല്ലാരും വന്ന് ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ.
നമ്മൾ എവിടെയോ നിർത്തി സുഹൃത്തുക്കളെ. പൊടി എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നോ പൊടി. ഡ്രൈവർമാരൊക്കെ അവരുടെ ഓപ്പൺ ജീപ്പല്ലേ, അവനത് ആ പൊടിയെല്ലാം അകത്ത് കയറി. എല്ലാവരും മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. മണ്ണ് കളറ് എല്ലാവരും ഇല്ലേടി, ആൾക്കാർ ഇരിക്കുന്നവർക്ക് മണ്ണ് കളറ്. അയ്യോ എന്ത് പൗഡർ പോലത്തെ പൊടി. നമ്മൾ അതുകൊണ്ട് അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാത്ത. ഇതേ കണക്ക് റോഡ് വെട്ടിയിട്ടേക്ക് ഗൈസ്. മണ്ണിന് ഇതുവഴി ഇറങ്ങി മാടി. നമ്മളൊരു ചെറിയൊരു അരുവി കണ്ടപ്പോൾ അവിടെ നിർത്തി സൈഡിൽ. വാ ഇവിടെ ആഴമൊന്നുമില്ല, നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകാൻ ഗൈസ്. ഇവിടെ ഒരു ഓസ് ഇട്ടേക്കുന്ന ഈ പാമ്പൊക്കെ കൊണ്ടുപോയി നോക്കും കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മൂർഖനായിട്ടുള്ള ഐറ്റംസുകളൊക്കെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് കൊക്കല്ലേ എടുത്ത് പോയിരിക്കുന്നേ? കൊക്കല്ല, ഈ പക്ഷിയുടെ പേരറിയെങ്കിൽ കമന്റ് ബില്ലോ ഗൈസ്. എന്റെ അറിവിൽ ഇത് കൊക്കാണ്. ശരിയാ അല്ലടാ അത് കൊക്കാടാ. കൊക്കല്ലേ? അറിയത്തില്ല. കുഴപ്പമില്ലല്ലേ? ഇവിടെ ആരോ വന്ന് കുളിച്ചിട്ട് ഇപ്പം പോയതുള്ളൂ തോന്നുന്നു. ഓ എന്തൊരു തണുപ്പ് വെള്ളത്തിന് കിട്ടില്ല. അവിടെ വലിയ മീൻ കാണും. എന്തൊരു പറഞ്ഞാലും മൊണ്ണ വിശ്വസിക്കും. ഇവിടെ കാണിച്ച പരിപാടിയുണ്ട്. എന്തൊരു ക്ലാരിറ്റി ഇല്ലേ എഴുതി സാധാരണ പൊടി പോലല്ല. പ്രവീൺ മുറു അമ്പു. അമ്പൂര് മടുത്ത് കേട്ടോ, കുലുങ്ങി. നമ്മള് ചായ പിടിക്കാൻ വേണ്ടി കയറി കേട്ടോ. നമ്മൾ ആ ഒടുക്കത്തെ പന്ന റോഡെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നല്ല റോഡിൽ കയറി. ഇനിയും നല്ല റോഡാണോ? ഇനി നല്ല റോഡും ഉണ്ട്, പന്ന റോഡും ഉണ്ട്. എന്റെ ഗൂഗിൾ മാപ്പ് എവിടെ കേട്ടോ, ഞാൻ ചില നേരം വന്ന വഴി മറന്നു പോകും. എവിടാണ് എനിക്ക് കറക്റ്റ് അറിയാം. പോവാട്ടോ, ജീപ്പിൽ എല്ലാരും പോവാ. എത്ര ജീപ്പാണ് ഗൈസ്? എനിക്ക് തോന്നുന്നു ഒരു 200 ജീപ്പാണ് അവിടെ. 200 പുറത്ത് ജീപ്പാണ്. തുര. പക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പം ഇവര് ഈ പ്ലാൻ അടിച്ചാ പോകുന്നത്. അതായത് ജീപ്പ് ഒരിക്കലും അങ്ങോട്ട് പോകില്ല. അവർ അതുവഴി വന്ന് ഇതുവഴിയാ പോകുന്നത്. അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ആവില്ല. വ്യൂ പോയിന്റുകൾ വരുന്നത്. നിനക്ക് ബ്രെഡ് ഓംപ്ലേറ്റ് വരും. ഇതാണ് ഉളുപ്പൂൺ ജംഗ്ഷൻ അല്ലേ? ഉളുപ്പൂണി എന്നാണ് കേട്ടോ. ഉളുപ്പൂണി. ഇത് വലിയ ചട്ടമ്പത്തിനാണല്ലോ ഇത്. എന്തോ ഒരു കഷ്ടം ഇത്. നീ ഒരെണ്ണം എടുത്ത് കൈ കൊടു, അതിനകത്ത് കടിച്ചോണ്ടിരിക്കട്ടെ. അവനാണ് എപ്പോഴും വിജയിക്കാറ്. ഓരോ ബ്രെഡ് ഓംപ്ലേറ്റും പറഞ്ഞു കേസ്. കൊള്ളാമല്ലേ? അതും നല്ല ചൂട് സാധനം അല്ലേ? കൈയൊക്കെ കഴുകി വരുന്ന പൊടി കാണും കേട്ടോ. അവന് കൊടുത്ത കുക്കി തീർന്നാ? നീ തിന്നാ? നീ അവനെ കൂടെ എടുപ്പിച്ചു നീ സംശയമുണ്ട്. കുതിർത്തരും നീ തിന്നും. നല്ലൊരു പരിപാടിയാണ്. അമ്മച്ചിക്ക് കുതിർത്തു കൊടുക്കുക, അമ്മച്ചി തിന്നും. ഗൈസ്, ഇന്നത്തെ മൂണിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് വോൾഫ് മൂണാണ്. എന്തുവാടി? തിരിയുന്നില്ലേ? 3 കണ്ടോ? പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടി. 5x ഒന്നും അറിയത്തില്ല ഗൈസ്. നല്ലൊരു ബ്യൂട്ടി. അമ്പു നല്ല ഉറക്കമായി ഗൈസ്. നമ്മളിനി നേരെ ട്രിവാൻഡ്രം ഗൈസ്. ഏതാണ്ട് 175 കിലോമീറ്റർ, 4 മണിക്കൂർ യാത്ര. ഇനി ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം ഗൈസ്. അല്ലേ? ഇടയ്ക്ക് ഞാൻ ബാക്കിൽ പോവാം. കഴിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് ബാക്കിൽ കയറാം. നമ്മളെ ബ്രെഡ് ഓംപ്ലേറ്റ് ഹെവി ആയിരുന്നു. വിശപ്പേ ഇല്ല. നമ്മൾ ഇന്ന് സ്റ്റേ എടുക്കണോ വേണ്ടതെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ വിചാരിച്ചാൽ പോവാം, നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. എന്നാ ശരി, നിന്നാ പിന്നെ നമ്മളോട് നിന്ന് അടുത്തത് പോകും. ഇല്ലേ? നല്ലായിരുന്നു ഈ വട്ടം. നമ്മൾ ഭയങ്കരമായിട്ടും ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. രസം ഉണ്ടായിരുന്നു. കുറച്ചൊരു ഹര കൊള്ളിക്കുന്ന ട്രിപ്പായിരുന്നു. വെറൈറ്റി ഒരു ട്രിപ്പായിരുന്നു. ഇനി വരാം വാഗമൺ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. ഇനി വരുമ്പോൾ പച്ചപ്പുള്ളപ്പോ വരാം. അതെ. ഇപ്പം ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ ഒരു പച്ചപ്പില്ലെങ്കിൽ ഒരു രസമില്ല. പലയിടത്തും ഉണങ്ങി ഇലകളൊക്കെ കരിഞ്ഞൊരു മങ്ങിയ കളർ എല്ലായിടത്തും കാണാൻ. അതുകൊണ്ട് എന്തോ ഒരു സുഖമില്ല. 2026 ആദ്യത്തെ അഡ്വഞ്ചർ ട്രിപ്പ് കിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി നേരെ
Trivandrum. Let's go, guys. Back to home, guys. അയ്യോ ഹായ് ഗായ്സ്, നടുവൊക്കെ രണ്ടായില്ലേ. ഈ ചെറുക്കനുണ്ടല്ലോ ഇപ്പൊ 6 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങി. സത്യമായി സംഭവം എന്ത് ഉറക്കുവാരെന്ന് അറിയോ? ഇടയ്ക്കുണരും പാല് കുടിക്കും, ഉറങ്ങും, ഉണരും പാല് കുടിക്കും. ഇതേ ഉറങ്ങി അവളെ തോളിക്കിടന്ന് ഉറങ്ങി ചുമന്നവിടെ. അതല്ല ഇനിയിപ്പോ നമ്മൾ ഉറങ്ങാൻ കടാ ചിരിച്ചുകൊണ്ട് കുത്തിയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഭയങ്കര ടയർഡ് കേട്ടോ. ഇപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. മൃദുലേ ബൈ അല്ലേ? ഉറങ്ങാൻ പോയി. ഞാൻ മുഖമൊക്കെ കഴിയണം. ആ പൊടിയുടെ ഒരു ഇതൊരു മാറിയില്ല. പൊടി എവിടൊക്കെയോ കുളിച്ചാലേ പറ്റും. എന്റെ പുറം മൊത്തം പൊടിയായ പോലൊരു ഫീല്. ഇറങ്ങിയില്ല, പക്ഷെ പൊടി കണ്ടാന്ന് തോന്നുന്നു. അറിയാൻ വയ്യ. ഡേയ് ചിരി നോക്കണി വെറുതെ. ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഗൈസ് ഇനി കളിപ്പിക്കുന്നില്ല. ഞാൻ വേറെ റൂമിലെല്ലാം കിടക്കുന്നത് ഉറങ്ങാൻ പോയി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അവ ഇനി ഉറങ്ങുന്ന ലക്ഷണമില്ല. കണ്ടിന്യൂസ് അവിടെ പിന്നെ വാഗമൺ കേറിയപ്പോ ഇറങ്ങനാണ് ഉറങ്ങിയതാ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി നിർത്തിയായിരുന്നു. അപ്പോഴും ഒന്ന് ഉണർന്നു, പിന്നെ ഉറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ട്രിപ്പൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ട്രിപ്പൊക്കെ? സൂപ്പറായിരുന്നു. ബൈ ഗൈസ്, നാളെ കാണാം. ഭയങ്കര ടയർഡാ. ഐ ലവ് യു.